ചോദ്യം, ലോകത്തിൽ ഏതെങ്കിലും രാജാവ് യുദ്ധത്തിന് മുമ്പ് ഭാര്യയെ കൊണ്ടുപോയിട്ടുണ്ടോ? വെറുതെ ചിന്തിച്ചു നോക്കാം. രാമായണം മുഴുവനും ഭൗതിക വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വിവരിക്കുന്നത്. ഇവിടെ ഒന്നും ഞാൻ ആത്മീയത ചേർക്കണില്ല. എന്താ കാരണം? മധുചേട്ടനും സോമൻ ചേട്ടനും അത്രയധികം ആത്മീയത ചേർത്തിട്ടുണ്ട് ബാക്കിയുള്ളതിൽ. അത് കാരണം ഞാൻ ഒത്തിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, കൈകേയിയെ ദശരഥൻ യുദ്ധത്തിന് കൊണ്ടുപോയി. ആവശ്യമില്ലാത്തവരെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് ആവശ്യമില്ലാത്ത നേട്ടങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ലെന്ന് ധരിച്ച് നിങ്ങൾ കൊണ്ടുപോവല്ലേ. നിങ്ങൾ മാത്രം പോയിട്ട് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളിൽ നിങ്ങൾ സോൾവ് ചെയ്യുക, വേറൊരാളെ കൊണ്ടുപോവല്ലേ. അപ്പം ദശരഥ മഹാരാജാവിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവാം. എന്താ ജസ്റ്റിഫിക്കേഷൻ? കേകയ രാജ്യത്തിലെ രാജാവ്, അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ രാജ്യമാണ്, ഏറ്റവും വലുതാണ് കേകയ രാജ്യം. ആ കേകയ രാജ്യത്തിലെ രാജാവ് വിദേശ പര്യടനത്തിന് പോകുമ്പോൾ രാജ്യം ഭരിച്ചിരുന്നത് കൈകേയിയാണ്. സൈന്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നത് കൈകേയിയാണ്. എല്ലാ യുദ്ധമുറകളും അറിയാവുന്ന വ്യക്തി കൈകേയിയാണ്. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയത് എന്ന് ദശരഥൻ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കല്ലേ. എന്താ കാരണം? കൈകേയി രഥത്തിലിരിക്കുന്നു, ദശരഥൻ യുദ്ധം ചെയ്യുന്നു. അവനവന് നേരെ 10 ദിശയിൽ നിന്ന് വരുന്ന അമ്പും തടയാൻ ദശരഥൻ അറിയാം. ആ സമയത്ത് ഇവർക്ക് നേരെ വന്നാലോ, അമ്മച്ചിക്ക് നേരെ വന്ന് എന്ത് ചെയ്യും? അപ്പം അവനവനെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രം പോരാ, ഇവിടേക്ക് വരില്ലെന്ന് പറയാൻ പറ്റുമോ? പ്രേമത്തിലും യുദ്ധത്തിലും നിയമങ്ങളൊന്നുമില്ല, കൊണ്ടത് തന്നെയാണ്. അർത്ഥം മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഈ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ധാർമ്മിക ഭാരം കൂടി ദശരഥനുണ്ട്. അതുകൊണ്ട് കൊണ്ടുപോകരുതായിരുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, കൊണ്ടുപോയത് കൊണ്ട് പ്രയോജനം ഉണ്ടായില്ലേ? ഉണ്ടായി. രഥത്തിൻ്റെ ചക്രത്തിൻ്റെ ആണി ഊരിപ്പോകാതെ, ആ ആണി പോകാതെ കൈകൈ പിടിച്ചു. ചക്രത്തിനിടയ്ക്ക് കൈവച്ചു എന്ന് നിങ്ങൾ പറയല്ലേ. ലോകത്തിലെ ഏത് വ്യക്തിയുടെ കൈവിരൽ ചക്രത്തിനിടയ്ക്ക് വെച്ചാലും പോവും. അത് കൈകേയി അല്ല, നരേന്ദ്രമോദി ആയാലും പിണറായി വിജയനായാലും പോവും. അത് കാരണം രഥത്തിൻ്റെ ചക്രത്തിൻ്റെ ഇടയ്ക്ക് കൈവച്ചതല്ല, ആണി ഊരിപ്പോകാതെ പിടിച്ചതാണ്. അതുകൊണ്ടാണ് ദശരഥൻ്റെ യുദ്ധത്തിൽ ജയിച്ചത്. അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തു. അടുത്തൊരു ചോദ്യം, ഭാര്യ ഭർത്താവിനെ സഹായിച്ചു, ഭർത്താവ് ഭാര്യയെ സഹായിച്ചു എങ്കിൽ വരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 2 വരം കൊടുത്തു, വേണോ? നമ്മൾ കൊടുക്കാറുണ്ടോ? കൊടുത്താൽ അബദ്ധം. നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? നിനക്ക് 10ാം ക്ലാസ്സിലെ +2-ൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയാൽ ഞാൻ നിനക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാം. 10 റാങ്കിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഞാനൊരു ആൻഡ്രോയിഡ് ഫോൺ, സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു തരാം. ഏറ്റവും വിലപ്പെട്ട ഐഫോൺ 60,000 രൂപയുടെ വാങ്ങിച്ചു തരാം. നിനക്ക് 3 റാങ്കിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബൈക്ക് വാങ്ങിച്ചു തരാം. ഇത് നിങ്ങൾ ചെയ്യല്ലേ? നിനക്ക് നല്ല മാർക്ക് കിട്ടിയാൽ അന്ന് ഞാൻ നിനക്ക് യോജിച്ചതെന്തോ അതിനെക്കുറിച്ച് ചിന്തിക്കാം, തരാമെന്ന് പറയല്ലേ? ദശരഥന് പറ്റിയത് ഈ ആവശ്യമില്ലാത്ത വികാരത്തിൻ്റെ പുറത്ത് ഭാര്യയ്ക്ക് കൊടുത്ത വാഗ്ദാനമാണ്. ഒരു വ്യക്തിക്കും വാഗ്ദാനം കൊടുക്കരുത്. അത് നമ്മൾ പഠിക്കേണ്ടത് ദശരഥനിൽ നിന്നല്ല, ഉമ്മൻചാണ്ടിയിൽ നിന്നാണ് പഠിക്കേണ്ടത്. 5 വർഷം ഭരിച്ചിട്ട് ആ മനുഷ്യൻ ഒരാൾക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല. അങ്ങേരെ നോക്കുക, ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കണമെന്ന് ബാലകൃഷ്ണപിള്ള വന്ന് പറഞ്ഞപ്പോൾ നോക്കട്ടെ ഞാൻ പരിശോധിക്കട്ടെ എന്നല്ലാതെ കോഴിക്കോട് കല്ല് മുഖത്തിന് നേരെ വന്നപ്പോഴും കല്ലെറിഞ്ഞവനെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പരിശോധിക്കട്ടെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളും ജീവിതത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. ഇതാണ് യൂണിവേഴ്സൽ ട്രൂത്ത്. ആവശ്യമില്ലാത്ത ഒന്നും വാഗ്ദാനം ചെയ്തേക്കരുത്. ഇനി ഗത്യന്തരമില്ലാതെ ഗോപാലകൃഷ്ണൻ സാറ് അറിയാതെ ഞാൻ വാഗ്ദാനം ചെയ്തു പോയി, ഇനി എന്താ ചെയ്യുക? അപ്പപ്പ തീർക്കാനുള്ളത് അപ്പപ്പ തീർത്തേക്കാം, പിന്നത്തേക്കെന്ന് പറഞ്ഞ് വെച്ചേക്കരുത്. അപ്പപ്പ തീർത്തേക്കാം, പിന്നത്തേക്കെന്ന് പറഞ്ഞ് വെച്ചാൽ സംഭവിക്കുന്നത് കൈകേയിയും ദശരഥനും തമ്മിലുള്ള ബന്ധത്തിൽ ദശരഥൻ അറിയാം കൈകേയി തന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല. തനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും കൈകേയി ചെയ്യില്ല. കൈകേയി ഉറച്ച മനസ്ഥിതിയുള്ള സ്ത്രീയാണ്, അത്രയും ചങ്കൂറ്റമുള്ള സ്ത്രീയാണ് കൈകേയി. അതുകൊണ്ട് അവരുടെ മനസ്സിനെ മാറ്റാൻ സാധ്യമല്ല എന്ന് ദശരഥൻ അറിയാം. ഇത് തെറ്റാണ്. തിരുനക്കര സ്വാമിയാർ മഠത്തിലിരിക്കുന്ന ശ്രോതാക്കളോട് പറയുന്നു, ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ചങ്കുറപ്പുള്ളവനാണെന്നൊന്നും ധരിച്ചേക്കല്ലേ. എല്ലാവരും എപ്പോൾ വേണമെങ്കിലും മാറും. നമ്മൾ ധരിക്കുന്നു അയാൾ സത്യസന്ധനാണ്,
എപ്പോഴും സത്യസന്ധനാവണം നിർബന്ധമൊന്നുമില്ല. അയാൾ ധർമ്മബോധമുള്ളവനാണ് എപ്പോഴും ആവണം നിർബന്ധമൊന്നുമില്ല. ഉറച്ച തീരുമാനമെടുക്കാൻ കഴിവുള്ളവനാണ്, അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. ഈ ലോകത്തിൽ സ്ഥിരം പെർമനൻ്റ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ പെർമനൻ്റ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ്? ഒന്നും പെർമനൻ്റ് അല്ല എന്നുള്ളത്. അത് മാത്രമേ പെർമനൻ്റ് ആയിട്ടുള്ളൂ. ഒന്നും പെർമനൻ്റ് അല്ല, എല്ലാം ടെമ്പററിയാണ്. എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. സ്നേഹത്തിൻ്റെ അളവും മാറും, വ്യക്തിയുടെ ഉറച്ച നിശ്ചയദാർഢ്യവും മാറും, തീരുമാനവും മാറും, വാക്കുകളും മാറും, പ്രവൃത്തിയും മാറും. 100% ആത്മാർത്ഥതയുള്ളവരാണ്. അങ്ങനെ ഒരാൾ ലോകത്തിലില്ല. അത് അറിയണം നമ്മൾ. ഇതാണ് പ്രായോഗിക രാമായണം. ഇതാണ് പ്രായോഗിക രാമായണം. മറ്റേത് താത്വിക രാമായണം. താത്വിക രാമായണത്തിൽ നിന്ന് പ്രായോഗിക രാമായണം ഉണ്ടാക്കണം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? സാമ്പാർ പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മത്തങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്. ഇതിനെ എല്ലാത്തിനെയും കറക്റ്റ് പ്രൊപ്പോർഷൻ ചേർത്തിട്ടല്ലേ സാമ്പാർ ഉണ്ടാക്കുന്നത്? കറക്റ്റ് പ്രൊപ്പോർഷൻ ചേർത്തിട്ടല്ലേ? താത്വികമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പ്രായോഗികമായിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കി, ചട്നിയോ ഓലനോ എരിശ്ശേരിയോ പുളിശ്ശേരിയോ തലശ്ശേരിയോ കൊലശ്ശേരിയോ ഉണ്ടാക്കി. അപ്പം ഫണ്ടമെൻ്റൽ മെറ്റീരിയലിൽ നിന്ന് അപ്ലൈഡ് മെറ്റീരിയൽ ഉണ്ടാക്കണം. അപ്പോൾ കൈകേയിയെ വിശ്വസിച്ചു. ഈ ലോകത്തിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള വ്യക്തികളുമായിട്ട് 70% കാര്യങ്ങൾ ചർച്ച ചെയ്യാം. 70% ചർച്ച ചെയ്യാം. 20% കാര്യങ്ങൾ ഏറ്റവും അടുത്ത വ്യക്തിയുമായിട്ട് ചർച്ച ചെയ്യാം. അവസാനത്തെ 10% നിങ്ങളോടുകൂടി വിറകിൽ കത്തിത്തീരും, വേറൊരാൾ അറിയരുത്. അപ്പോൾ 70:30:1. ലാസ്റ്റ് 10%, 70:30, 70:20:10. ആ 10 ലോകത്തിലെ ഒരാൾ പറയുന്നു. അത് ഏറ്റവും കോൺഫിഡൻഷ്യലാണ്. ഏറ്റവും കോൺഫിഡൻഷ്യലാണ്. പെട്ടെന്നൊരു വരി പറയാം. ഒരു പ്രസിദ്ധമായ ബാങ്ക് പഴവങ്ങാടി ഗണപതി കോവിലിന് മുമ്പിലുള്ളത്. അതിൽ ഗോഡൗണിലെ സാധനം കാണിച്ചിട്ട് ഒരാൾ ലോൺ എടുത്തു. ആ ബാങ്കിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മാനേജർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ആ ബാങ്കിൽ ഗോഡൗണിലെ സാധനങ്ങൾ കാണിച്ചിട്ട് ഇയാൾ ലോൺ എടുത്തു. അപ്പോൾ ഈ ഗോഡൗണിലെ സാധനങ്ങൾ കാണിച്ചിട്ട് ഈ മാനേജർ ലോൺ കൊടുക്കുന്നത് കോമൺ ആണ്. അയാളെ വിശ്വസിക്കാറുണ്ട്. ഒരിക്കൽ ഗോഡൗണിലെ സാധനം കാണിച്ചിട്ട് 40 ലക്ഷം രൂപ അന്ന് ലോൺ കൊടുത്തു. പെട്ടെന്ന് ആ ബാങ്കിൻ്റെ ഇൻ്റലിജൻസ് ഗ്രൂപ്പ് അനലൈസ് ചെയ്തപ്പോൾ ഈ ഗോഡൗണിൽ വെച്ചിരിക്കുന്നത് 75% കടപ്പുറം മണ്ണാണ്. 75% ചാക്കുകളിൽ കടപ്പുറം മണ്ണാണ്. ഇയാളുടെ ജോലി പോയി. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ലോകത്തിൽ പെർമനൻ്റായിട്ട് വിശ്വസിക്കാവുന്നവർ സത്യസന്ധന്മാർ ധർമ്മബോധമുള്ളവരാണ് എന്നുള്ളവരൊന്നും ഇല്ല സ്ഥിരമായിട്ട്. അവർ കുറേ കാര്യങ്ങളിൽ ഇതൊക്കെ ഉണ്ടാവും. എല്ലാത്തിലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം. കൈകേയിക്ക് 2 വരം കിട്ടി. അവർ പിന്നീട് ഉപയോഗിച്ചോളാമെന്ന് പറഞ്ഞു. മന്ദര കൈകേയിയെ ഉപദേശിച്ചു. മന്ദര ചെയ്തത് തെറ്റാണെന്ന് സ്വാമിയാർ മഠത്തിൽ നിങ്ങളെല്ലാവരും ഉറപ്പാണ്. എൻ്റെ ഒരു ചോദ്യം, മന്ദര ചെയ്തത് തെറ്റാണോ? വെറുതെ ചെയ്തു? മന്ദരയുടെ ദൃഷ്ടിയിലൂടെ നിങ്ങൾ ചിന്തിച്ച് നോക്കാം. മന്ദരയുടെ യജമാനത്തിയായ കൈകേയിയുടെ മകൻ രാജാവായാൽ അത് മന്ദരയ്ക്ക് അഭിമാനമുള്ള കാര്യമല്ലേ? അപ്പോൾ പിന്നെ മന്ദര ആരുടെ ദാസിയാണോ ആ ദാസിയായിരിക്കുന്ന യജമാനത്തിയുടെ നല്ലത് കാക്ഷിച്ചുകൊണ്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ഞാനും നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. 2 പേര് തമ്മിൽ വഴക്കിടാണ്. ആ വഴക്കിടുമ്പോൾ 2 പേരെ വിളിച്ചു വരുത്തി ഒരു ടേബിളിൻ്റെ 2 സൈഡിൽ നിർത്തി. ഇവിടെ ഒരാളെ നിർത്തി, ഇവിടെ ഒരാളെ നിർത്തി. നടുക്കൊരു പന്ത് വെച്ചു. ഇയാളോട് ചോദിച്ചു പന്തിൻ്റെ കളർ എന്താണ്? അയാൾ ബ്ലാക്കാന്ന് പറഞ്ഞു. ഇയാളോട് ചോദിച്ചു പന്തിൻ്റെ കളർ എന്താണ്? അയാൾ വൈറ്റ് ആണെന്ന് പറഞ്ഞു. ഉറപ്പാണെന്ന് ചോദിച്ചു. ഉറപ്പാണെന്ന് പറഞ്ഞു. ബ്ലാക്ക് ആണെന്ന് പറഞ്ഞു. ഇപ്പം മറ്റേ ആൾ പറയുന്നതോ അയാൾ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. അയാൾ പറയുന്നത് തെറ്റാണെന്ന് ഇയാൾ പറഞ്ഞു. ഇയാൾ പറയുന്നത് തെറ്റാണെന്ന് അയാൾ പറഞ്ഞു. ഇവർ കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന അമ്പയർ കുറേ സംസാരിച്ചതിന് ശേഷം പറഞ്ഞു, ഈ പന്തൊന്ന് ഉരുട്ടി, പന്തൊന്ന് റോൾ ചെയ്തു. ഇപ്പുറത്ത് വൈറ്റ് ആയിരുന്നു, അത് ഇപ്പുറത്ത് ബ്ലാക്ക് ആയിരുന്നു. ഇയാൾ പറഞ്ഞത് ശരിയാണ്, ഇയാൾ പറഞ്ഞത് ശരിയാണ്. ആ പന്തിൻ്റെ പകുതി വൈറ്റും പകുതി ബ്ലാക്കുമായിട്ട്. എന്നിട്ട് ഇയാൾ ഉപദേശം കൊടുക്കാൻ, നിങ്ങൾ ഏതെങ്കിലും അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ അയാളുടെ ഭാഗവും കൂടി ചിന്തിച്ചിട്ടേ പറയാമോ. നിങ്ങളുടെ ഭാഗം മാത്രം ചിന്തിച്ചിട്ട് ഉത്തരം പറയല്ലേ. അയാൾ വൈറ്റ് എന്ന് പറയാൻ എന്താ കാരണം? അയാളുടെ ഷൂസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വൈറ്റ് എന്ന് പറയുമായിരുന്നു. അർത്ഥം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വശം മാത്രം നോക്കിയിട്ട് കറുപ്പുണ്ട്, അയാൾ ആ വശം മാത്രം നോക്കിയിട്ട്
വെളുപ്പ് പറഞ്ഞു. ഇയാൾ കറുപ്പ് എന്ന് പറയുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ ചിന്തിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു എൻ്റെ ഭാഗം വൈറ്റാണ്, അതെനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുമായിരുന്നു. അപ്പം മന്ദര 40 വർഷമായിട്ട് കൈകേയിയുടെ കൂട്ടത്തിൽ കേകയ രാജാവ് അയച്ച അല്പം കൂനുണ്ടെന്നേ ഉള്ളൂ. അത് പുറത്താ. ഇപ്പൊ ഭരിക്കുന്ന പലരുടെയും അകത്താ കൂനും വിഷമുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, പുറത്ത് കൂനുള്ള അവർക്ക് വലിയ അബ്നോർമാലിറ്റി ഒന്നുമില്ല. 40 വർഷമായിട്ട് കൈകേയിക്ക് ഒരു നെഗറ്റീവ് ഉപദേശവും മന്ദര കൊടുത്തിട്ടില്ല. അപ്പൊ അവർ കൊടുത്തത് അവരുടെ ഉദ്ദേശം. ഇനി കൈകേയിയുടെ ഭാഷയിൽ നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. എഴുത്തച്ഛൻ കൈകേയിയെ അല്പം വിമർശനാത്മകമായിട്ട് പറയുന്നുണ്ട്. അത് പറഞ്ഞോട്ടെ, അത് എഴുത്തച്ഛൻ്റെ സ്വാതന്ത്ര്യം. ഇനി കൈകേയിക്ക് തൻ്റെ മകനെ രാജാവാക്കണം എന്നൊരു തോന്നലുണ്ടായാൽ തെറ്റാണോ? ജവഹർലാൽ നെഹ്റുവിന് തോന്നിയില്ലേ അത് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന്? ഇന്ദിരാഗാന്ധിക്ക് തോന്നിയില്ലേ തൻ്റെ മകനെ പ്രധാനമന്ത്രിയാക്കണമെന്ന്? ആ പ്രധാനമന്ത്രി ജീവിച്ചിരുന്നെങ്കിൽ ഇറ്റാലിയൻ അമ്മച്ചിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് തോന്നില്ലേ? ഇപ്പൊ ഇറ്റാലിയൻ അമ്മച്ചിക്ക് തോന്നണില്ലേ മന്ദബുദ്ധിയായ മകനെ പ്രധാനമന്ത്രിയാക്കണമെന്ന്? അവർക്ക് തോന്നാമെങ്കിൽ ത്രേതായുഗത്തിൽ കൈകേയിക്ക് തോന്നിക്കൂടെ? ഇവർക്ക് ഇപ്പൊ ജീവിക്കാൻ ഈ 127.5 കോടി ജനതയെ പറ്റിച്ചിട്ട് സ്വബോധമില്ലാത്ത ഒരെണ്ണത്തിനെ കയറി പ്രധാനമന്ത്രിയാക്കാം എന്ന് അവർക്ക് തീരുമാനിക്കാമെങ്കിൽ ഇതിനകത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ കോൺഗ്രസിനെതിരെ ഒന്നും പറയല്ല, ജസ്റ്റ് വ്യക്തി ഉദാഹരണം എടുത്തെന്ന് മാത്രം. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പം ഇവിടെയുള്ളവർക്ക് ശരിക്കും നിങ്ങൾ ഓരോന്നും ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കെ കരുണാകരന് തോന്നിയില്ലേ മുരളിയെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കണം, മുഖ്യമന്ത്രി ആക്കണമെന്ന്? ഇപ്പോൾ കോവളം കൊട്ടാരം കൊടുത്തപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനും തോന്നിയില്ലേ തൻ്റെ 2 മകനെയും മകളെയും ആ മറ്റേ രവി പിള്ളയുടെ കമ്പനിയിലെ CEO ആക്കണം, അതിനാണ് ഇത് വിട്ടുകൊടുത്തത് എന്നുള്ളത്. അപ്പം തൻ്റെ മക്കൾക്ക് വളരെ ഉയർന്ന പദവി കിട്ടണമെന്ന് ഇവർക്കൊക്കെ തോന്നാമെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനിലെ നവാസ് ഷെരീഫിന് തോന്നിയില്ലേ താൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അനിയനെ കേൾക്കണമെന്ന്? അനിയനല്ലേ നാളെ പ്രധാനമന്ത്രിയാവാൻ പോകുന്ന പാകിസ്ഥാനിലെ ചെഗുവേര. അത്രയും ഗംഭീരമായിട്ട് ജീവിത കമ്മ്യൂണിസത്തിൽ നിലകൊണ്ട ക്യൂബയിലെ ഫ്രീഡിൽ കാസ്ട്രോയ്ക്ക് തോന്നിയില്ലേ തൻ്റെ മകനെ പിടിച്ച് അവിടുത്തെ പ്രസിഡന്റ് ആക്കണമെന്ന്? ഇപ്പം മകനല്ലേ ഭരിക്കുന്നത്, അതിൻ്റെ വേറെ ആൾക്കാരില്ലേ അവിടെ? അപ്പോൾ കൈകേയിക്ക് തോന്നിയത് തെറ്റാണോ? രാമായണം ത്രേതായുഗത്തിൽ എഴുതിയ ഗ്രന്ഥമാണോ 2017 ജൂലൈ 30 ഉപയോഗിക്കാവുന്ന ഗ്രന്ഥമാണോ? ചിന്തിച്ചു നോക്കാം. ഇന്ന് കാണുന്നതാ ത്രേതായുഗത്തിൽ എഴുതിയ ഗ്രന്ഥത്തിലുള്ളത്. അത് ആത്മീയത വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശ്രീരാമനെ പ്രാർത്ഥിച്ച് പഴം പ്രസാദമായിട്ട് കഴിച്ച് വീട്ടിലേക്ക് പോകും. ആത്മീയത ഇല്ലാതെ ഒന്ന് നോക്കാം. എന്ത് പെർഫെക്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇന്ന് ലോകത്തിൽ നടക്കുന്നത് ഇതിനകത്തുള്ളത് നോക്കാം. പക്ഷേ കൈകേയിക്ക് ഒന്നാകാമായിരുന്നു. ധർമ്മബോധമുള്ളൊരു ചക്രവർത്തിയുടെ ഭാര്യ സ്വാർത്ഥതയിലൂടെ കടന്നു പോയാൽ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? വാർദ്ധക്യത്തിലാണ് ഭർത്താവ്. ഏതായാലും നമ്മുടെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ്റെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഏതായാലും ഓർമ്മിക്കുക, ഈ പ്രായത്തിൽ ഒരു ഷോക്ക് ദശരഥന് കിട്ടിയാൽ, ദശരഥൻ മരിച്ചാൽ 4 കുട്ടികൾക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു, 3 സ്ത്രീകൾ വിധവകളായി, ഒരു രാജ്യത്തിലെ രാജാവ് നഷ്ടപ്പെട്ടു, സാമന്ത രാജാക്കന്മാർക്ക് ചക്രവർത്തി നഷ്ടപ്പെട്ടു. ഒരു സ്ത്രീയുടെ സ്വാർത്ഥത. അപ്പൊ സ്വാർത്ഥത വന്നാൽ എന്തായിരിക്കുമെന്ന് രാമായണത്തിൽ നിന്ന് പഠിക്കണ്ടേ? അർഹതയില്ലാത്തത്, ധർമ്മശാസ്ത്രം അംഗീകരിക്കാത്തത്, ഒരാളുടെ ഉപദേശം കൊണ്ട് തൻ്റെ ഉറച്ച തീരുമാനത്തെ പോലും മാറ്റി രാമൻ രാജാവായാൽ താനായിരിക്കും ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുക എന്ന് പറഞ്ഞ കൈകേയിയുടെ മനസ്സ് മാറിയപ്പോഴത്തേക്കും ധർമ്മശാസ്ത്രം ലംഘിച്ച്, നിയമം ലംഘിച്ച്, അർഹതയില്ലാത്തതിലേക്ക് തൻ്റെ സ്വാർത്ഥമായിട്ടുള്ള കണ്ണുകളും ശരീരവും പോയപ്പോൾ സംഭവിക്കേണ്ടത്, കൈകേയിക്ക് ചിന്തിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നിട്ടും കൈകേയി ചിന്തിച്ചില്ല. അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കേണ്ടത്. രാമായണത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമല്ല, ആ കൈകേയി ഭരതനെ രാജാവാക്കി. മന്ദര, നമ്മൾ പല നെഗറ്റീവും പറയാറില്ലേ? ഇത്രയും കപ്പാസിറ്റിയുള്ള 2 പാർട്ടികൾ, ഒന്ന് മഹാഭാരതത്തിലെ ശകുനി, രണ്ടാമത്തേത് മന്ദര. എന്താ കാരണം? മഹാഭാരതത്തിൽ 13 വർഷം പാണ്ഡവർ കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു, ഇവിടെ 14 വർഷം എന്ന് പറഞ്ഞു. റൗണ്ട് ഫിഗർ 10 ആക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ റൗണ്ട് ഫിഗർ 15 ആക്കായിരുന്നില്ലേ? എന്തേ ഒരെണ്ണത്തിൽ 13 വർഷവും മറ്റേതിൽ 14 വർഷം പറഞ്ഞു?
അന്നും ഇന്നും ഇന്നും കൈവശാവകാശം 13 വർഷമാണ്. കൈവശാവകാശം 13 വർഷമാണ്. പ്ലസ് 1 14-ാമത്തെ കൂടി 1 വർഷമല്ല, 1 ദിവസം. അപ്പോൾ രാമൻ അറിയാം, കൈകേയിക്കറിയാം, മന്ദരയ്ക്കറിയാം. രാമൻ തിരിച്ച് കോസല രാജ്യത്തിൻ്റെ പടി കയറുമ്പോൾ, അയോധ്യ തലസ്ഥാനമായ കോസല രാജ്യത്തിൻ്റെ പടി കയറുമ്പോൾ ഭരതന് പറയാം, ഈ രാജ്യത്തിനകത്ത് കാലുകുത്തരുത് എന്ന് ജ്യേഷ്ഠനോട് പറയാം. ഓപ്ഷൻ കൊടുത്തിട്ടാണ്. അത് രാമനും അറിയാം. അറിയാത്തത് രാമായണം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മാത്രമാണ് അറിയാത്തത്. എന്തേ കാരണം? ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ കോസല രാജ്യത്തിൻ്റെ ബൗണ്ടറിക്ക് പുറത്ത് നിന്നുകൊണ്ടാണ് 14 വർഷം കഴിഞ്ഞ് രാമൻ വന്ന് ഭരതനെ വിളിപ്പിച്ചത്. കയറിയാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറയാം. ഭരതൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ അന്ന് വാട്സപ്പില്ല, ഇമെയിലില്ല, അന്ന് ഫേസ് പേജില്ല, ഇൻ്റർനെറ്റില്ല, മൊബൈലില്ല, വേറെ ഒരു ബന്ധമില്ല. ഭരതൻ നല്ല മനുഷ്യനാണെന്ന് 2 വർഷം മുമ്പോ 1 വർഷം മുമ്പോ 14 വർഷം മുമ്പോ അറിയാവുന്ന അനുഭവം മാത്രമേ ഉള്ളൂ. ഈ 14 വർഷത്തിനിടയ്ക്ക് മനസ്സ് മാറിയിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ബൗണ്ടറിക്ക് പുറത്തിരുന്ന് ഭരതനെ വരുത്തിയപ്പോൾ വേണമെങ്കിൽ ഭരതന് പറയാം, ഞാൻ വരില്ല, ചേട്ടനകത്തേക്ക് കയറരുതെന്ന് പറഞ്ഞാൽ കയറില്ല. അത് തന്നെ 5 വർഷം കഴിയുമ്പോൾ ഇലക്ഷനൊന്നും ഇല്ല ഇന്നത്തെ മാതിരി. പിന്നെ അപ്പുറത്തുള്ളതിനെ പിടിച്ച് ഇപ്പുറത്തേക്ക് ആക്കാനൊന്നും പറ്റില്ല. ഇപ്പം ഗുജറാത്തിലോ ബീഹാറിലോ ഒക്കെ നടക്കുന്ന മാതിരി ആക്കാലൊന്നുമല്ല അന്ന്. അന്ന് ഒരുവൻ രാജാവായി കഴിഞ്ഞാൽ നല്ലവനാണെങ്കിലും തലവിധി, ചീത്തവനാണെങ്കിലും തലവിധി. ഇപ്പോൾ ഓർമ്മിക്കുക, ആ ഭരതൻ വന്ന് പാതുകം കൊടുത്ത് തിരിച്ച് വിളിച്ചിട്ടേ രാമൻ പോയുള്ളൂ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയോ? 13, 14 എന്ന നമ്പറിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചതല്ല. പക്ഷേ രാമായണത്തിലെ ഓരോ വരിയും സന്ദേശവും ഇതുപോലെ വളരെയധികം ചിന്തിച്ചിട്ടാണ് വാൽമീകി മഹർഷി എഴുതിയിരിക്കുന്നത്. നമ്മൾ ധരിക്കുന്ന മാതിരി വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഉപരിപ്ലവമായിട്ട് കുറേ കാര്യങ്ങൾ എഴുതി. അത് ത്രൈതായുഗത്തിൽ എഴുതിയതാണ്, അതുകൊണ്ട് അത് പ്രിമിറ്റീവാണ്. ഇങ്ങനെയുള്ള ധാരണകളൊന്നും നമുക്ക് പാടില്ല. ഇന്നത്തെ ജനതയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറത്ത് അന്ന് വാൽമീകി മഹർഷി എഴുതിയിട്ടുണ്ട്. അത്ര ഗംഭീരമായിട്ട് എഴുതി. അതാണ് സത്യം. മാത്രമല്ല, രാമനെ രാജാവാക്കാൻ തീരുമാനിച്ചു. അതിൽ കുറെ കഴിഞ്ഞ കൈകേയിയുടെ ശബ്ദം കേൾക്കുന്നു. രാമൻ പറയുന്നുണ്ട്, രാജാവായി ഇരിക്കാൻ, സിംഹാസനത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ശിരസിൽ ഒഴിക്കേണ്ട ഈ കലശജലം എൻ്റെ കാലിൽ ഒഴിച്ചിട്ട് എന്നെ കാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് അല്ലയോ ലക്ഷ്മണ? ഇതിനെ പറയുന്ന പേരാണ് വിധി, ദൈവേച്ഛ, ഈശ്വര നിശ്ചയം. തലയിലെടുത്ത് 4 വാക്കും രാമൻ്റേതാണ്, നമ്മുടേതല്ല. 4 വാക്കും രാമൻ്റേതാണ്. അപ്പോൾ വിധി എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരേച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണോ ഒരു ദിശയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് പെട്ടെന്ന് അതിൻ്റെ ദിശ മാറുമ്പോൾ സംഭവിക്കുന്നതാണ് ഈശ്വരേച്ഛ, അല്ലേ? 2G 3G, കൽക്കരി അഴിമതി, ആദർശ് ഫ്ലാറ്റ് അഴിമതി, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ അഴിമതി, ശവപ്പെട്ടി അഴിമതി, ബോഫേഴ്സ് അഴിമതിയാണ് ഒരു ചായക്കടക്കാരനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയത്. അർത്ഥം മനസ്സിലായി? പോയിക്കൊണ്ടിരുന്നു എങ്കിൽ നെഹ്റുവിൻ്റെ കുടുംബമേ ആവുള്ളൂ. പക്ഷേ എന്താണത്? ഇതാണ് ദൈവനിശ്ചയം, ഈശ്വരേച്ഛ, അതുപോലെ തലവിധി, വിധി എന്നുള്ള വാക്കുകൾ. നമ്മളും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അർത്ഥം കുറച്ച് മനസ്സിലാക്കണം. അതിൽ തന്നെ കിടന്ന് ഉരുളണ്ട, കുറച്ച് നമ്മളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് ലക്ഷ്മണൻ വികാര തീവ്രമായിട്ട് പ്രതികരിച്ചപ്പോൾ രാമൻ ശരിക്കും ലക്ഷ്മണോപദേശം കൊടുക്കുന്നുണ്ട്. ഈ ലക്ഷ്മണോപദേശം എല്ലാ ഉപദേശങ്ങളും ചേർന്ന് 25 ഷീറ്റുകൾ പ്രിൻ്റ് ചെയ്തിരുന്നു. അത് ഒരു വണ്ടിക്കകത്ത് നിറച്ചു വെച്ചിരുന്നു. അത് ഇന്നലെ ഒറ്റ സ്ഥലത്ത് തീർന്നു. ചക്കംകുളങ്ങര ക്ഷേത്രത്തിൽ അത് തീർന്നു. അതൊരു ദുഃഖം തോന്നി. ഇത് ഇവിടേക്ക് കുറേ വണ്ടിയിലെടുത്തിരുന്നേ. ഒരു നോമിനൽ ചാർജ് ഉണ്ട്. അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ്, അതിൻ്റെ കീഴിലാണ് നമ്മളിതെല്ലാ ഷീറ്റുകളും പുതിയതെല്ലാം കൊണ്ടുവരുന്നത്. അതിൽ ലക്ഷ്മണോപദേശമുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ അൾട്രാ മോഡേൺ ജനതയ്ക്കും ആപ്ലിക്കബിൾ ആണ്. ഇപ്പം ലക്ഷ്മണനോട് രാമൻ പറയുന്നുണ്ട്, വികാരത്തിൻ്റെ പുറത്ത് പ്രതികരിക്കല്ലേ ലക്ഷ്മണ, വിചാരത്തിൻ്റെ പുറത്ത് പ്രതികരിക്കണം. വിചാരത്തിൻ്റെ പുറത്തേ പ്രതികരിക്കാവും. ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ 5 വാക്കുകൾ ഓർമ്മിക്കാം. 5 വാക്കുകൾ: തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റിംഗ്.
5 വാക്കുകളാണ്. തിങ്കിങ്, ഏത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. അത് കഴിഞ്ഞ് തിങ്കിങ്, അടുത്തത് സ്റ്റാർട്ടിങ്, പിന്നെ തുടങ്ങാം. ഡൂയിങ്, ഇൻവോൾവ് ചെയ്യുക. കംപ്ലീറ്റിങ്, അത് മുഴുവനാക്കുക. ഇവാലുവേറ്റിംഗ്, അത് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. ഈ ചെയ്ത കർമ്മങ്ങളും ചിന്തിച്ചതൊക്കെ ശരിയാണോ എന്ന് 5ാമത്തെ പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശരിക്കും ലക്ഷ്മണനോട് രാമൻ പറയുന്നത്, എന്ത് പറയുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും പ്രതികരിക്കുമ്പോഴും ചിന്തിച്ചതിന് ശേഷം ചെയ്യുക. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രതികരിച്ചു എന്ന് വരും, ഭയങ്കര ശക്തമായിട്ട്. ആ സമയത്ത് ജനഗണമന അതിനായക ജയഹേ പറഞ്ഞു വിചാരിക്കാം. അല്ലെങ്കിൽ ചക്കര പന്തലിൽ തേന്മഴ പൊഴിയും ചക്രവർത്തി കുമാരാന്ന് പറഞ്ഞു വിചാരിക്കാം. അല്ലെങ്കിൽ ശരിക്കും മലയാളത്തിലെ ഒരു ഉപനിഷത്ത് വരിയുണ്ട്. മലയാള ഉപനിഷത്ത് വരി എന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്പൈൽ ചെയ്യാണ്. അത് ഉപനിഷത്തിലുള്ളതല്ല, മലയാളത്തിലെ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. അത് സമുജ്വലമായ ഒരു മലയാള ഉപനിഷത്താണ്. ഒരു പേര് കൊടുത്ത് തന്നെ ഇതുമാതിരിയുള്ളതെല്ലാം കൊണ്ടുവരാൻ പോവാണ്. കാരണം അതാണ് ജീവിതം, അല്ലേ? അത് സെൻകുമാറിനും ആപ്ലിക്കബിളാണ്, പിണറായി വിജയനും ആപ്ലിക്കബിളാണ്, കോടിയേരി ബാലകൃഷ്ണനും ആപ്ലിക്കബിളാണ്, എല്ലാവർക്കും. അത് കുമ്മനം രാജശേഖരനും ആപ്ലിക്കബിളാണ്. ആപ്ലിക്കബിൾ അല്ലാത്ത 2 പാർട്ടിയാണ്, തലയില്ലാത്ത ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ മറ്റേ പാർട്ടി. എന്താ പറയുന്നതെന്ന് തന്നെ ബോധമില്ല. അതുപോലെ ഏതായാലും എല്ലാവർക്കും ഇത് ആപ്ലിക്കബിളാണ്, എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ ഒരു 10 മിനിറ്റ് മാറി നിൽക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കാം, അല്ലെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടുക, അല്ലെങ്കിൽ വിഷയം മാറ്റാം. അതല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് അയാളെ ദേഷ്യപ്പെടാൻ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് മുഴുവൻ അങ്ങോട്ട് എഴുതുക. അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാവും, അടുത്ത ദിവസമേ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി വായിക്കാം. അപ്പോഴത്തേക്കും തോന്നും ഇതൊക്കെ എഴുതിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, വെറുതെ ചുമ്മാ 6-ാം തമ്പുരാനിലെ മോഹൻലാൽ പറയുന്ന മാതിരി ചുമ്മാ അങ്ങോട്ട് കളഞ്ഞേക്കാം, നല്ല രീതിയിലങ്ങ് വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാം, ഈ പറഞ്ഞതായിരിക്കും പ്രശ്നം ഉണ്ടാകും. ഈ പറഞ്ഞതായിരിക്കും വാങ്മേ മനസ്സിൽ പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതമാവിരാവിർമായേതി വേദസ്യമ ആനിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീരനേന അഹോരാത്രാൻ സന്തതാമി. മനസ്സിലുള്ളതാ വാക്കിലൂടെ വരുന്നത്. വാക്ക് കേട്ടാൽ മനസ്സെങ്ങനെയുണ്ടെന്ന് അറിയാം. മനസ്സും വാക്കുകളും പരസ്പരം പൂരകമാകണം. വികാരത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും പ്രതികരിച്ചാൽ പിന്നെ വിചാരം വരുമ്പോൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. നാവിൽ നിന്ന് വിട്ട വാക്കും കയ്യിൽ നിന്ന് വിട്ട കല്ലും തോക്കിൽ നിന്ന് വിട്ട ഉണ്ടയും അതുപോലെ തന്നെ വില്ലിൽ നിന്ന് വിട്ട ശരവും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അത് പോയി എന്തെങ്കിലും മുറിവ് ഏൽപ്പിച്ചിട്ടേ തിരിച്ചു വരികയാണെങ്കിൽ തന്നെ എന്നുള്ളത് മറക്കാതിരിക്കാം. അപ്പോൾ ലക്ഷ്മണൻ ഉപദേശം കൊടുത്തത് വേറെ സമയത്തല്ല, വികാര തീവ്രമായി ലക്ഷ്മണൻ പ്രതികരിച്ചപ്പോഴാണ് ഉപദേശം കൊടുത്തത്. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നപ്പോഴാണ് കൃഷ്ണൻ ഉപദേശം കൊടുത്തത്. പരീക്ഷിത്ത് മഹാരാജാവ് ശാപമേറ്റ 7-ാം ദിവസം മരിക്കുമെന്ന ദുഃഖത്തിൽ തളച്ചു മറിയുമ്പോഴാണ് ഭാഗവതം പറഞ്ഞു കൊടുത്തത്. താൻ രാജ്യഭാരം ഏറ്റെടുക്കാൻ തയ്യാറില്ല എന്ന് രാമൻ പറഞ്ഞപ്പോഴാണ് യോഗവാസിഷ്ടം എന്ന ഗ്രന്ഥം വസിഷ്ഠ മഹർഷി ഉപദേശിച്ചു കൊടുത്തത്. ഇവിടെയാണ് വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും ഉപദേശിക്കല്ലേ, വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും ഉപദേശിക്കല്ലേ. കറക്റ്റ് ഹിറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. അർത്ഥം മനസ്സിലായി? ഇംഗ്ലീഷിലുള്ളതാണ്, മലയാളികളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇരുമ്പ് ചുട്ടു പഴുക്കുമ്പോഴേ അടിക്കാവൂ, അല്ലാതെ അടിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇപ്പം ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോഴും ക്രിട്ടിക്കലായിട്ട് ബാലൻസ് തെറ്റുമ്പോഴും വികാരം വിചാരത്തെ കീഴ്പ്പെടുത്തുമ്പോഴും മാത്രമേ ഒരുവനെ ഉപദേശിക്കാവൂ. അല്ലെങ്കിൽ ഉപദേശം ചോദിക്കുമ്പോൾ നിന്റെ ഉപദേശം എനിക്ക് വേണമെന്ന് പറയുമ്പോഴേ ഉപദേശിക്കും. എന്ത് നല്ല വരികളല്ലേ ഇതൊക്കെ! ഞാൻ എന്തെങ്കിലും കൃത്രിമമായിട്ട് രാമായണത്തിൽ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? എല്ലാം ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ് രാമായണത്തിലുള്ളത്. എക്സ്ട്രാപ്പൊളേഷൻ അല്ലെങ്കിൽ ഇൻട്രാപ്പൊളേഷൻ ആണ് രാമായണത്തിലുള്ളത്. ശ്രീരാമൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു, അതിൽ യാതൊരു സംശയമില്ല. വസിഷ്ഠൻ ഉപദേശിച്ചു, ധർമ്മശാസ്ത്രം എഴുതിയ വസിഷ്ഠൻ രാമനോട് ഉപദേശിച്ചു. ഭാര്യ ഭർത്താക്കന്മാർ 2 ശരീരമാണെങ്കിലും ഒരു യൂണിറ്റാണ്, 2 ശരീരമാണെങ്കിലും സിംഗിൾ എൻറ്റൈറ്റിയാണ്. അതുകൊണ്ട് രാമ, നിന്നോട് മാത്രമേ 14 വർഷം കാട്ടിലേക്ക് പോകണമെന്ന് ദശരഥൻ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ ഭാര്യ നിന്റെ പ്രതിനിധിയായിട്ട് രാജ്യം ഭരിക്കട്ടെ
ധർമ്മശാസ്ത്രം എഴുതിയ വസിഷ്ഠനാണ് സ്ത്രീ ഭരിക്കട്ടെ എന്ന് പറഞ്ഞത്. എനിക്ക് അത്ഭുതം തോന്നി. ഒരു കുറേ മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻ വന്നപ്പോൾ പ്രഡിക്ഷൻ ക്ലിന്റന്റെ ഭാര്യ അമേരിക്കൻ പ്രസിഡന്റ് ആവുമെന്നായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ആരായത്? ജി സുധാകരനെ പോലെ കുഴപ്പമുള്ള ട്രംപ്. അപ്പോൾ ഓർമ്മിക്കുക, എന്തേ ട്രംപ് ആയി, എന്തേ മിസ്സിസ് ക്ലിന്റൺ ആയില്ല? 252 വർഷത്തെ ചരിത്രമുള്ള ജോർജ് വാഷിങ്ടൺ മുതൽക്ക് ചരിത്രം, അതിനേക്കാൾ പുറകിലുള്ള അമേരിക്കയ്ക്ക് അവിടെ സ്ത്രീ പ്രസിഡന്റിനെ ചിന്തിക്കാൻ പറ്റില്ല. അവർക്ക് അമേരിക്കക്കാർക്ക് ഒരു സ്ത്രീ പ്രസിഡന്റിനെ ചിന്തിക്കാൻ പറ്റില്ല. അതാണ് അവരുടെ പ്രത്യേകത. അതവർക്ക് ക്ലിയറാണ്. ഒരു ബ്ലാക്ക് പ്രസിഡന്റിനെ അവർക്ക് ചിന്തിക്കാൻ സാധിച്ചു, ഒബാമയെ ആക്കി. പക്ഷെ ഒരു സ്ത്രീയെ ആക്കില്ല. അതുകൊണ്ടാണ് ട്രംപ് ജയിച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ത്രേതായുഗത്തിലെ ഭാരതത്തിൽ ഒരു കുഴപ്പമില്ലാതെ സീതാദേവിയെ രാജ്ഞിയായിട്ട് അംഗീകരിക്കാൻ ഭാരതീയർക്ക് വിഷമമുണ്ടായിരുന്നില്ല. ഒരു പ്രതിഭയും ഇല്ലാത്ത പ്രതിഭാ പാട്ടീലിനെ പ്രസിഡൻ്റാക്കി നമ്മുടെ നാട് ഒരു കുഴപ്പമില്ലാണ്ട് നിലനിന്നു. ഇല്ലേ? ഒരു ഇന്ദിരാഗാന്ധി. പിന്നെ അമ്മച്ചിക്ക് കപ്പാസിറ്റി ഉണ്ട്. ഏതായാലും നമ്മൾ നോക്കുക, ഇതൊക്കെ ഈ രാഷ്ട്രത്തിൻ്റെ വ്യത്യാസമാണ്. മറ്റ് രാജ്യങ്ങൾക്കില്ലാത്ത പ്രത്യേകത നമ്മുടെ രാഷ്ട്രത്തിനുണ്ട്. ആ എല്ലാവരും പറയുന്നത് രാമൻ കേട്ടു. സൈന്യാധിപൻ പറയുന്നത് കേട്ടു, വസിഷ്ഠൻ പറയുന്നത് കേട്ടു, ജനങ്ങൾ പറയുന്നത് കേട്ടു, അഭ്യുദയകാംക്ഷികൾ പറയുന്നത് കേട്ടു. കേട്ടിട്ട് തീരുമാനം രാമൻ ഒറ്റയ്ക്കെടുത്തു. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണ്ടത്. എല്ലാവരും പറയുന്നത് കേൾക്കണം, കേൾക്കാനുള്ള മനസ്സുണ്ടാകണം, തീരുമാനം ഒറ്റയ്ക്കെടുക്കണം. തീരുമാനം ഒറ്റയ്ക്കെടുക്കുമ്പോഴും ഓർമ്മിക്കണം, ദ മാൻ പ്രപ്പോസസ് ആൻഡ് ദ ഗോഡ് ഡിസ്പോസസ്. അറിയാലോ, മനുഷ്യൻ തീരുമാനിച്ചതായിരുന്നു, ദശരഥൻ തീരുമാനിച്ചതായിരുന്നു രാമനെ രാജാവാക്കാൻ. മാൻ പ്രപ്പോസസ്, പക്ഷെ ഗോഡ് ഡിസ്പോസസ് ഇറ്റ് ആസ്. അങ്ങനെ കാട്ടിലേക്ക് അയക്കണമെന്നാണ് പ്രകൃതി നിശ്ചയം. അപ്പോൾ ദൈവനിശ്ചയം അനുസരിച്ച് പോകാൻ തീരുമാനിച്ചു. എല്ലാവരുടെയും അഭിപ്രായം കേട്ടു. രാമൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു. നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിലും ഒറ്റയ്ക്ക് വാങ്ങിക്കല്ലേ, ആരുടെയെങ്കിലും അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ കുട്ടിയെ സ്കൂളിലാക്കുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കാം. നിങ്ങളൊരു ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പോകുകയാണെങ്കിൽ അഭിപ്രായം ചോദിക്കാം. ജീവിതത്തിൽ ഒരു കാര്യവും നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകരുത്. മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിൽ ജിയോ 4G ആണെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റണെ ഇന്ന് രാവിലെ 6 മണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ 6 മണി വരെ സംസാരിച്ചാലും 10 പൈസയാവില്ല. അപ്പം പിന്നെ നിങ്ങൾ വിളിച്ച് ചോദിച്ചുകൂടെ? ആളെ ഫേസ് ടു ഫേസ് കണ്ടിട്ട് ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ വിശകലനം ചെയ്ത് ചോദിച്ചിട്ട് തീരുമാനം ഒറ്റയ്ക്കെടുക്കണം. മറ്റുള്ളവരുടെ സജഷൻ ചോദിക്കാം. അതാണ് രാമൻ ചെയ്തത്.